ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലാട്ടോ നിൽക്കണേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നൊരു എഗ് ഓംലേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എൻ്റെ കയ്യിലുള്ളൂ, അത് വെച്ച് ചെയ്യണം. പക്ഷേ ഇത്രയും കൂടിയും നമുക്ക് സാധാരണ കിട്ടുന്ന ഓംലേറ്റിനേക്കാളും ഡബിൾ വലുപ്പത്തിലുള്ള ഒരു മുട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ബൈ. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 2 താറാമുട്ടയാണ് എടുത്തിരിക്കുന്നത്. വെള്ള മാറ്റി, ഉണ്ണി മാറ്റി. പിന്നെ നമുക്ക് വേണ്ടത് സവോള, പിന്നെ അത് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാള, 2 പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമുക്ക് ആവശ്യത്തിന് എന്ത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ചേർക്കാം, പിന്നെ മല്ലിയില ചേർക്കാം. ഒക്കെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, ഒട്ടും കുറയില്ല. അപ്പോൾ എത്ര വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ചേർത്തത്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായി പതപ്പിച്ചെടുക്കണം ഈ ബ്രിസ്ക് ഉപയോഗിച്ചിട്ട്. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇങ്ങനെ പതഞ്ഞ് നല്ല സോപ്പും പത പോലെ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ പതപ്പിക്കണം. പിന്നെ ഈ ഉണ്ണിയിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതൊക്കെ ചേർക്കണം. കൂടെ നമുക്ക് മസാലപ്പൊടി കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉണ്ണിയിലേക്കാണ് ആദ്യം ചേർക്കേണ്ടത്. അപ്പോൾ അതേ നമ്മൾ ചേർത്തിട്ടുണ്ട് സവാള, ഒരു സവാള, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടി, സാദാ മുളക് പൊടി, പിന്നെ നമ്മുടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ വെള്ളയിൽ ഒന്നും ചേർക്കണില്ല. അപ്പോൾ കണ്ടറിഞ്ഞ് നമുക്ക് എത്ര ഉപ്പ് വേണം അത് നമ്മൾ ഇതിൽ ചേർക്കാം കേട്ടോ, അത് മറക്കരുത്. പിന്നെ നമുക്ക് ഈ വെള്ളയിലേക്ക് ഇനി ഈ മിക്സ്, നമ്മുടെ ഈ ഈ മഞ്ഞക്കരുള്ള മിക്സ് ഒഴിക്കുക കേട്ടോ. ഇതേ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ബ്രിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ എടുക്കുക, കാരണം അതിങ്ങനെ വേറെ ആയിട്ട് നിൽക്കരുത്. നല്ല ഹോമോജീനസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പോൾ തന്നെ ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. കണ്ടോ, ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വെക്കാറത് അതേപോലെ വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇത് നല്ല രീതിയിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ ചെറിയ ഫ്ലെയിമിലേക്ക് ഇടുക. എന്നിട്ട് നമുക്ക് ഇത് ഒഴിക്കാം കേട്ടോ. അപ്പം ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിലാണ് കിടക്കണേ. കുറച്ച് നേരം ചൂടാവാൻ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കാറായി. നമുക്കിത് ഒഴിക്കാം. ഒഴിച്ച് കഴിയുമ്പോഴുള്ള മിക്സ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതേ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കി. ഇനി നമുക്ക് മുകളിലൊരു പാത്രം വെച്ച് മൂടി കൊടുക്കാം. ഇതൊരു 3 മിനിറ്റ് ഇങ്ങനെ വെക്കണം. മൂടിയതിന് ശേഷം കണ്ടോ, മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വയ്ക്കുക. 3 മിനിറ്റിന് ശേഷം നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ 3 മിനിറ്റ് കഴിയട്ടെ. ദേ ആയിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നല്ല സ്പോഞ്ച് പോലെ വരും കേട്ടോ. നല്ല രസമാണ്. പൊന്തി വരുന്നത് നമുക്ക് ഇതിലിപ്പോൾ എത്ര കാണുമെന്ന് എനിക്കറിയില്ല. ഇത് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്, നല്ല വലിപ്പം തോന്നിക്കുന്നു. അപ്പോൾ നമ്മൾ ചൂടോടുകൂടെ കഴിക്കാൻ ശ്രമിക്കണം കേട്ടോ. ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ വലിപ്പം നല്ല രീതിയിൽ ഇത് ചെയ്യും. കണ്ടോ, നല്ല വലിപ്പമുണ്ട്. എടുക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ ഒരു വിധത്തിൽ ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടയുടെ വലിപ്പം. 2 മുട്ടയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് പീസാക്കി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് ഡിന്നറിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കണേ. അപ്പോൾ ചോറിൻ്റെ കൂടെ ഗ്രീൻ പീസും പിന്നെ അതേപോലെ നമ്മുടെ ഈ മുട്ട പകുതി തന്നെ കഴിക്കാൻ ഒരു നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇതന്നെ മതി. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.